ഹലോ മച്ചാമാരെ, അപ്പോൾ എല്ലാവർക്കും റൈഡേഴ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വണ്ടിയിൽ എങ്ങനെ ഹസാർഡ് ലൈറ്റ് സെറ്റ് ചെയ്യുക, അതായത് 4 ഇൻഡിക്കേറ്ററും ഒരുമിച്ച് കത്തുന്ന രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. നമുക്ക് ആദ്യം തന്നെ ആയിട്ട് നമുക്ക് സ്വിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ സ്വിച്ചും കാര്യങ്ങളൊക്കെ അഴിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലാണ് സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വച്ചേക്കുന്ന സ്വിച്ചിൽ നിന്ന് വന്നിരിക്കുന്ന 3 വയറാണ് ഈ കാണുന്നത്. ബ്ലൂ ഉണ്ട്, അതിൽ റെഡ് ഉണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന രീതി എന്ന് വെച്ചാൽ ഒരു റെഡ് ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവിലേക്കും കൊടുക്കുക, മറ്റൊരു ബ്ലൂ കളറ് മറ്റേ ഇൻഡിക്കേറ്ററിൻ്റെ പോസിറ്റീവിലേക്കും കൊടുക്കുക. ബാക്കി വന്നേക്കുന്ന ബ്ലാക്ക് നമ്മൾ കോമൺ ആയിട്ട് ന്യൂട്രലിലേക്ക് കൊടുക്കുക. അതായത് ന്യൂട്രൽ വന്നേക്കണമെന്ന് വെച്ചാൽ സാധാ സ്വിച്ചിന് നമുക്ക് ന്യൂട്രൽ ഉണ്ടാവില്ല. ഇതിൽ നമുക്ക് സ്വിച്ച് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഓണാക്കുന്ന സമയത്ത് കണ്ട ഈ ഒരു സ്വിച്ചിലും നമുക്ക് ലൈറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോഴും അതിൻ്റെ അകത്ത് ലൈറ്റ് കാണാം കേട്ടോ. അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഹസാർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത്ര മണിയുള്ളൂ ഹസാർഡ് സെറ്റ് ചെയ്യാനായിട്ട്. പലർക്കും സംശയമുള്ള കാര്യമാണ്, എന്നാൽ ഭയങ്കര എളുപ്പമായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഈ ഒരു വയർ കൊടുക്കേണ്ട ചെറിയൊരു പണി മാത്രമേ ഉള്ളൂ ഹസാർഡ് സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഹസാർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, വർക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ജസ്റ്റ് ഓണാക്കുക, ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടാം. ഇത്രയും പണിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറക്കാണ്ട് ഒരു ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അടുത്തൊരു വീഡിയോ കാണാം.